ലിമോയും തേനീച്ചയും. പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രശലഭമായിരുന്നു ലിമോ. അവൾക്ക് പൂവിൽ നിന്ന് പൂവിലേക്ക് പറന്നു പാട്ടുപാടാൻ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൾ തോട്ടത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു മഞ്ഞപ്പൂവിൽ പറന്നിറങ്ങി. അവൾ പൂവിന്റെ ഗന്ധം ആസ്വദിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ പൂവിനുള്ളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദം കേട്ടു. എന്റെ ജോലിസ്ഥലത്ത് ആരായിരിക്കുന്നത്? പൂവിനുള്ളിൽ നിന്ന് ചിറകുകൾ കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നത് ബസി എന്ന ചെറിയ തേനീച്ചയായിരുന്നു. ബസി ചിറകുകൾ കുലുക്കി ലിമോയോട് പറഞ്ഞു, ലിമോ, ഇതെന്റെ തേനീച്ചപ്പൂവാണ്. ഞാൻ മധുരപ്പൊടി ശേഖരിക്കാൻ വന്നതാണ്. ലിമോ ഉടൻ ക്ഷമ ചോദിച്ചു. ക്ഷമിക്കണം ബസി, എനിക്ക് ഈ പൂവിന്റെ മനോഹരമായ നിറം ഇഷ്ടമായി. ഞാൻ അല്പം വിശ്രമിക്കാൻ മാത്രം വന്നതാണ്. ബസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിശ്രമിക്കാം, പക്ഷേ നമുക്ക് ഇരുവരും ചേർന്ന് ജോലി ചെയ്യാം. നീ പൂവിനെ സന്തോഷിപ്പിക്കൂ, ഞാൻ മധുരം ശേഖരിക്കാം. അങ്ങനെ അവർ ഒരുമിച്ച് പൂവിൽ സമയം ചെലവഴിച്ചു. കാറ്റ് വീശി, പൂമ്പൊടികൾ പറന്നു. ലിമോയും ബസിയും ചിരിച്ചുകൊണ്ട് അടുത്ത പൂവിലേക്ക് പറന്നു. ലിമോ പറഞ്ഞു, ബസി, പങ്കുവച്ചാൽ സന്തോഷം ഇരട്ടിയാകും. ബസി ചിരിച്ചു മറുപടി നൽകി, ശരി പറഞ്ഞത് ലിമോ, പൂക്കളും ഇപ്പോൾ നമ്മളോട് ചിരിക്കുന്നു.